സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കിയ 1 മില്യൺ തുഫാൻ ഗോൾ പദ്ധതിക്ക് വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആവേശകരമായ തുടക്കം. സ്കൂൾ കോമ്പൗണ്ടിൽ നടന്ന പരിപാടി വടകര ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ വാസത്ത് ചായച്ചൻകണ്ടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയാസ്പദമായ രീതിയിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിത്തന്നു, നിങ്ങൾ വേറെ ആരോടെങ്കിലും നിങ്ങൾ പറയണത്. മീൻസ് അതാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ട് ഇതിൽ? അച്ഛനും അമ്മയായിട്ടൊക്കെ എപ്പോഴും ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നവർ എത്ര പേരുണ്ട്? എല്ലാവരും പറയാനുണ്ടോ? എല്ലാവരും പറഞ്ഞ് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണോ വരാറ്? അങ്ങനെ വരുന്നവർ വെരി ഗുഡ്, ഐ അപ്രീഷിയേറ്റ്. കാരണം ആ രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരിലേക്ക് ഒതുങ്ങിപ്പോകും. നിങ്ങളെ തെറ്റായ രീതിയിൽ നയിക്കാൻ വരുന്ന ആളുകളെ ചിന്തകൾ എപ്പോഴും നിങ്ങളെ മോശമാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഒതുങ്ങി പിന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ വേണ്ടത്, ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള ഒരു കാര്യം വന്നു. പെട്ടെന്ന് തന്നെ 2778 ആളുകളെ അറസ്റ്റ് ചെയ്തു. 2778 ആളുകൾ നിങ്ങളെയും എൻ്റെയും ഒക്കെ അയൽവാസികളും സമൂഹത്തിലൊക്കെ ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. 2778 എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ, ദക്ഷിണാഫ്രിക്കയിൽ നിന്നോ അവിടെ നിന്ന് വന്നൊന്നുമല്ല. ഇവിടെ ഉള്ളതും അന്തർദേശീയ തലങ്ങളിലുള്ള ആളുകൾ വരെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 കോടി രൂപയുടെ വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. 10 കോടി രൂപയുടെ വസ്തുക്കൾ. അത് കേരളത്തിൽ മൊത്തം വിൽക്കുകയാണെങ്കിൽ ഒരു താലൂക്കിലെ മൊത്തം ആളുകളെ ഈ ലഹരിക്ക് അടിമപ്പെടുത്താൻ പാകത്തിനുള്ള ഒരു വസ്തുക്കളാണ് പിടിച്ചിരിക്കുന്നത്, ലഹരി വസ്തുക്കൾ. സ്കൂൾ മാനേജർ കെ ജനാർദ്ദനന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ KP രഞ്ജിനി അതിഥിയെ പരിചയപ്പെടുത്തി സംസാരിച്ചു. സ്കൂൾ സെക്രട്ടറി സുഗ്നേഷ് കുറ്റിയിൽ, PTA പ്രസിഡന്റ് C മനീഷ, ബിന്ദു എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു. മുഖ്യാതിഥിക്ക് ഡെപ്യൂട്ടി മാനേജർ PM മണിബാബു ഉപഹാരം സമർപ്പിച്ചു. വൈസ് പ്രിൻസിപ്പൽ V ദീപ സ്വാഗതവും കായികാധ്യാപകൻ VP ലിതേഷ നന്ദിയും രേഖപ്പെടുത്തി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ ഒരുക്കിയ ലഹരി വിരുദ്ധ സന്ദേശമുയർത്തുന്ന കലാപരിപാടികളും ശ്രദ്ധേയമായി. ജയൻ മൂരാട് അവതരിപ്പിച്ച ജീവിതം തന്നെ ലഹരി എന്ന ഏകാംഗ നാടകവും തുടർന്ന് ക്യാമ്പസിനെ ഇളക്കി മറിച്ച വിദ്യാർത്ഥികളുടെ ഫാൻസ് ഷോയും ഫ്ലാഷ് മോബും പരിപാടിയുടെ മാറ്റുകൂട്ടി.